ഹായ് കൂട്ടുകാരെ, അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം തുടങ്ങിയത് ഭയങ്കര ശാന്തമായിട്ടായിരുന്നു, പക്ഷേ പിന്നീട് അങ്ങോട്ട് അത്ര സുഖകരമായിരുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചുവന്ന കളറുള്ള തുമ്പി? ആ തുമ്പിയുടെ കളർ കാണാൻ നല്ല സൂപ്പറാണ്. ഒരു ബ്രിക്ക് റെഡാണ്. ചെറുപ്പത്തിലൊക്കെ ഞാൻ ഈ ബ്രിക്ക് റെഡുള്ള തുമ്പിനെ കാണുമ്പോൾ ഞാൻ ഭയങ്കര കൗതുകമായിരുന്നു എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് കുഴിയാനയിൽ നിന്നാണ് തുമ്പി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതേത് കളർ കുഴിയാനയിൽ നിന്നാണ് ഈ ചുവന്ന കളർ തുമ്പി ഉണ്ടാകുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. പിന്നെ ഇതിവിടെ ചപ്പാത്തി പരത്തുന്നത് എൻ്റെ മാതാശ്രീയാണ്. ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നു, അവിടെ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന. കാരണം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന പോലെ തുടങ്ങാനായിരുന്നു. അപ്പം ചപ്പാത്തി പരത്തുന്നതും ചപ്പാത്തി ചുടുന്നതും ഒക്കെ എടുക്കാം എന്നാണ് വിചാരിച്ചത്. ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ ചപ്പാത്തി ചുട്ടെടുത്തൂടെ, ഈ പരത്തുന്നത് ഇങ്ങനെ നോക്കിയിരിക്കാതെ ചുട്ടെടുത്തൂടെ എന്ന് പറഞ്ഞു. പിന്നീട് ചുട്ടെടുക്കുന്നത് ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുകയെന്ന് മനസ്സിലായപ്പോൾ പിന്നീട് ഉപദേശമായി, ദേഷ്യത്തോടു കൂടിയിട്ടുള്ള ഉപദേശമായി. കാരണം ഇത്രയൊക്കെ പഠിച്ചിട്ട് പിന്നെ ഈ വീഡിയോ എടുത്ത് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനും ഒക്കെ ആയിട്ട് സമയം കണ്ടെത്തണ നേരം വല്ല PSC ഒക്കെ ഒന്ന് കാര്യമായിട്ട് നോക്കി അങ്ങനെ ഒരു മുന്നേറണം എന്നുള്ള രീതിയിൽ. കാരണം പഠിച്ച് ആ ജോലിയോട് ഇഷ്ടപ്പെട്ട് പഠിച്ച് അവസാനം ജോലി കിട്ടാതെയായപ്പോൾ അതിൽ നിന്ന് പിന്മാറി വേറെ ഓരോ തരത്തിലേക്ക് മാറി പല ജോലികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ഈ കണ്ടൻറ് ക്രിയേഷൻ. അപ്പോൾ അതുകൊണ്ടാണ്, അതിനുള്ള എതിർപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മോൾക്ക് എനിക്കൊരു സുഖകരമല്ലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള സമയമെന്ന്. മോളുടെ കണ്ണിലൊരു കരട് പോയി. ഒരു പ്രാണിയുടെ ചിറകായിരുന്നു കൃഷ്ണമണിയിൽ. അതെടുക്കാൻ വേണ്ടി പോയി. അതെടുക്കാൻ പോയിട്ട് തിരിച്ച് എടുക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾക്ക് കാഴ്ചയ്ക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഉച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് അവൾക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാൻ, ജ്യൂസ് മേടിച്ച് കൊടുക്കാനായിട്ട് കയറിയപ്പോൾ അവിടുന്ന് ഞങ്ങൾ ബർഗറും ജ്യൂസും കഴിച്ചു. പക്ഷേ അവിടെ പിസ്സ ഹട്ടായിരുന്നു. അതുകൊണ്ട് ഒരു പിസ്സ ഓർഡർ ചെയ്ത് നോക്കാം എന്ന് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പിസ്സ ഓർഡർ ചെയ്യുന്നത്. ഭർത്താവ് മേടിച്ച് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചേട്ടൻ മേടിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ അവരാണ് എല്ലാം സെറ്റ് ചെയ്ത് ടോപ്പിങ്സൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നമ്മൾ ആ സ്ലൈസ് എടുത്ത് കഴിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ആദ്യത്തെ അനുഭവമായിരുന്നു. അത് ട്രൈ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ പ്ലെയിൻ പിസ്സ എന്ന് കണ്ടു. ഞാൻ റേറ്റ് നോക്കി, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റ്. കാരണം ഇത് ശരിയാവുമോ, ടേസ്റ്റ് ഉണ്ടാവുമോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് റേറ്റൊക്കെ നോക്കി പ്ലെയിൻ പിസ്സയാണ് ഓർഡർ ചെയ്തത്. പിന്നീടാണ് മനസ്സിലായി പ്ലെയിൻ പിസ്സയിൽ മറ്റേ ഒരു അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല എന്നൊക്കെ മനസ്സിലായത്. എന്തായാലും വീട്ടിൽ കൊണ്ടുവന്നിട്ട് പാഴ്സൽ എടുക്കുകയാണ് ചെയ്തത്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കുകയാണ് ചെയ്തത്. കാരണം ഓൾറെഡി അവിടുന്ന് ബർഗറും ജ്യൂസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. പിന്നെ എൻ്റെ മോളാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവൾ പറയുകയാണ് ആ സോസിൻ്റെ പാക്കറ്റൊക്കെ ക്യാമറയിൽ കാണിക്കി, എന്നിട്ട് സോസ് ഒഴിക്കുന്നതൊക്കെ പറഞ്ഞു. കാരണം അവർ കുറേ വീഡിയോസ് കണ്ട് അവർക്ക് അറിയാലോ. അതുകൊണ്ട് അപ്പം ഞാനതൊക്കെ ഏകദേശം ചെയ്തു. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഇതൊരു അണ്ണീവനായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, എനിക്കും മോൾക്കും വലിയ പീസ്, ചെറിയ പീസ് അച്ഛനും അമ്മയും അങ്ങനെ കഴിക്കില്ല. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ചെറിയ പീസ്. അങ്ങനെയാണ് ഇത് അണ്ണീവനായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്നിട്ടും അച്ഛൻ കഴിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ പീസ് കമ്പനിക്ക് അടിച്ചു. അതായത് മോൾക്കും എനിക്കും കഴിക്കാൻ തന്നെ പറ്റി. പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്കൊന്നും വേണ്ടായിരുന്നു. കാരണം ഇത്രയും ഫുഡ് ഐറ്റംസ് കഴിച്ചുകൊണ്ട് തന്നെ വയറ് നിറഞ്ഞു. ഉച്ചയ്ക്ക് പിന്നെ ഒന്നും കഴിച്ചില്ല. പിന്നെ വൈകുന്നേരമാണ് കഴിച്ചത്. ഇത് ആ പിസ്സ ഹട്ടിലെ ബില്ലും അതുപോലെ തന്നെ അവരുടെ സാധനങ്ങളൊക്കെ ആയിരുന്നു. എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. നിങ്ങൾ കഴിച്ചിട്ടുള്ളതാണെങ്കിൽ ഈ റേറ്റും ഇതൊക്കെ നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ ചോക്ലേറ്റ് വരണമെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി പുറത്താണ് ജോലി ചെയ്യുന്നത്. ആൾ നാട്ടിൽ വെക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഗിഫ്റ്റ് തന്നപ്പോൾ ഇത് നല്ല പാക്കിംഗ് ഒക്കെയാണ്, നല്ല അറേഞ്ച്മെൻറ്റ് ഒക്കെ. അപ്പോൾ മോള് പറഞ്ഞു ഇത് നമുക്കൊരു അൺബോക്സിങ് ആയിട്ട് എടുക്കാം, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ അൺബോക്സിങ് വീഡിയോ ആയിട്ട് എടുത്തതാണ്. അങ്ങനെ വീഡിയോ കൊണ്ടിരിക്കുന്നു. ചോക്ലേറ്റ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തീർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അല്ലല്ലോ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ചോക്ലേറ്റ്. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ശരി, പിന്നെ കാണാം. ഗുഡ് ബൈ.